സിസ്റ്ററിന് വിശുദ്ധന്മാരെ പറ്റി മരിച്ചവരെ പറ്റി എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടി അത് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. അടുത്ത മാസം നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റിയൊരു മാസമാണ് നവംബർ മാസം. അത് വിശുദ്ധന്മാരെ നമ്മൾ വണങ്ങുന്ന മാസമാണ്. എല്ലാ വിശുദ്ധന്മാരെ നമ്മൾ സഭയിൽ കാണപ്പെടാത്ത വിശുദ്ധന്മാരും കൂടെ കുറേ വിശുദ്ധന്മാരുണ്ട് നമുക്ക്. അതുപോലെ തന്നെ മരിച്ചവരും സ്വർഗത്തിൽ കുറേ ആത്മാക്കളുണ്ട്. അപ്പൊ അതൊരു വലിയൊരു അനുഭവമാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ ബൈബിളിൽ പറയുന്നില്ലേ, യോഹന്നാൻ 14:1-4 പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നെ വിശ്വസിക്കുവേൻ, ഞാൻ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ടെന്ന് പറയില്ലേ. അപ്പൊ അതിന്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ കണ്ട ഒരു വ്യക്തിയാണ്. അതിന്റെ വ്യാപ്തി, ആ വചനത്തിന്റെ വിശേഷിക്കാനുള്ള വ്യാപ്തിയും ആഴവും എല്ലാം മനസ്സിലാക്കിയ വ്യക്തിയാണ്. കാരണം നിങ്ങൾക്കറിയാവുന്നതാണ്, 20 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ആക്സിഡന്റ് സമയത്ത് എന്നെ ഡോക്ടേഴ്സ് എല്ലാം തീരുമാനിച്ചു മരിച്ചു. അങ്ങനെ എന്നെ മാറ്റിയിട്ടിറങ്ങായിരുന്നു. ആ സമയത്ത് ഞാൻ സ്വർഗത്തിൽ പോയി, സ്വർഗത്തിൽ തിരിച്ചു വരാനുള്ള അവസരം കിട്ടി. അന്ന് ഞാൻ അവിടെ കണ്ട കാഴ്ച ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രം ജനം, ഈ ലോകത്തിന്റെ ഇരട്ടി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾ പറയില്ലേ, മണ്ണും തരികൾ നമുക്ക് എണ്ണപ്പെടാൻ പറ്റൂല. അതുപോലെയാണ് നമ്മുടെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കാൻ വേണ്ടി ആത്മാക്കൾ, വിശുദ്ധന്മാര്. അത് ഞാൻ കണ്ടത് നമ്മുടെ ഫൗണ്ടർ ലിതൊക്കൊബിസി ഒരാൾക്കാരുടെ മുമ്പിൽ കൈയും പിരിച്ച് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ഒത്തിരി വിശുദ്ധന്മാര്, അതുപോലെ നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഓരോ വ്യക്തികളും നമുക്ക് എല്ലാവരും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും. പക്ഷെ നമ്മൾ ഓരോരുത്തരുടെ മുഖം നോക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും ഈ വ്യക്തിയാണ് എന്നത്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായത്, നമ്മുടെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തും നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കാൻ വേണ്ടി ഒത്തിരി പേരുണ്ട്. ആ ബലമാണ് ഇന്നും എന്നെ നയിക്കുന്നത്. കാരണം പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരുണ്ടെന്നുള്ള ബലം. കാരണം ഈ അവസ്ഥ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് തളരാണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ കാരണം ആ വിഷനാണ്. അന്ന് കണ്ടത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ മരിക്കൂല എന്നുള്ള ഒരു ബോധ്യം എനിക്ക് തോന്നി. അതുപോലെ തന്നെ അവിടെ കണ്ടത് നമ്മുടെ ഒരു സിസ്റ്റർ. ആ സിസ്റ്റർ ഞാൻ ചെല്ലുമ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്ന സിസ്റ്ററാണ്. ഫസ്റ്റ് ബാച്ചിലുള്ള മദർ റോസിനൊപ്പമുള്ള ബാച്ചിലുള്ള സിസ്റ്ററാണ്. ആ സിസ്റ്ററിന്റെ സ്കാപ്പുലർ ഇങ്ങനെ എഴുതി വെച്ചാണ്, തൊർണാത്തി പെർ ല മിസ്യുവാണ്. ഇത് കം ബാക്ക് ഫോർ ദ മിഷൻ. ഇത് നിങ്ങൾ തിരിച്ചു തിരിച്ചു പോകണം, നിനക്കൊരു മിഷൻ ഉണ്ട്. അത് മാത്രം റെഡ് അക്ഷരത്തിൽ എഴുതി വെച്ചാണ്. അത് ഇന്നും എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പദ്ധതി ഉണ്ട്, ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് ഞാൻ ഇപ്പൊ തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് എല്ലാം എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, റിപ്പോർട്ട് എഴുതുകയാണ്. പക്ഷെ നമ്മുടെ ദൈവം തമ്പുരാന് തിരിച്ച് എഴുതാൻ പറ്റും. അപ്പൊ ആ തിരുത്തി എഴുതലിലാണ് ആശ്വാസം കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി, നാം എന്തായാലും വിളിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാത്ത ഒത്തിരി വിശുദ്ധന്മാരുണ്ട്. നമ്മൾ ഇന്ന് സഭയിൽ പഠിപ്പിക്കുന്ന കുറേ വിശുദ്ധന്മാരുടെ പേര് നമുക്കറിയാമല്ലോ. ഇപ്പൊ 360 ദിവസവും നമ്മൾ ഓരോ വിശുദ്ധന്മാരൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മരിച്ചുവരെ നമ്മൾ ഓർക്കൂല, നമ്മൾക്ക് നമ്മുടെ കുടുംബക്കാരെ മാത്രമാണെങ്കിൽ ബന്ധുക്കള്, അല്ലെങ്കിൽ അയൽപക്കം, അങ്ങനെ കുറേ. പക്ഷെ ഈ ലോകത്തിന് പോയ എല്ലാവരും ദൈവത്തിന് വേണ്ടി ചുരുക്കുകയും നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്നു. അതായിരുന്നു എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ്. നമ്മൾ ഈ നവംബർ മാസത്തിന് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. മാത്രമല്ല, നമ്മൾ ആത്മാക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും കുർബാനയിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. നമ്മൾ എപ്പോഴും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താത്ത ആൾക്കാർ കുറേ പേരുണ്ട്, മരിച്ചുപോയ ആൾക്കാർ. അവരെല്ലാവരും ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ നവംബർ മാസം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. കാരണം നമ്മ ഒരു ഏകീക സഭയാണ്, കത്തോലിക്ക സഭ. അപ്പോൾ ആ സഭയിൽ നമ്മൊരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട എത്ര പേരെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ
ഈ മാസം ഒരു മാസം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒരു സമൂഹം മാത്രമല്ല, ഒരു ഇപ്പോൾ ഇന്ത്യക്കാർ മാത്രമല്ല, ഓരോ രാജ്യക്കാർ മാത്രമല്ല, പക്ഷെ കത്തോലിക്ക സഭ പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ വ്യക്തികൾക്ക് വേണ്ടി. കാരണം പല ആത്മാക്കാരും നമുക്കറിയില്ല. നമുക്കറിയപ്പെട്ടതൊക്കെ കുറേ പേര് മിലിറ്ററി, ഇപ്പോൾ യുദ്ധത്തിൽ ഇത്ര പേര് മരിച്ചു, നമ്മെല്ലാവരും ഉൾപ്പെടുത്താറുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ. അങ്ങനെ ഉൾപ്പെടുത്താറില്ല. നഷ്ടപ്പെട്ട വഴി അങ്ങനെ പല രീതിയിൽ നമ്മൾ അപ്പം ഭൂകമ്പം ഉണ്ടായി കുറേ പേര് മരിച്ചിട്ടുണ്ട്. പക്ഷേ സഭ എല്ലാ വ്യക്തികളെയും ആരും ഉൾപ്പെടുത്താതെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന മാസമാണിത്.